ഹായ് എവ്രി വൺ. അപ്പം നമ്മളിന്ന് പഠിക്കേണ്ടത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3rd യൂണിറ്റായ ദ മദർ ട്രീ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ദി മദർ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ മരം. അപ്പോൾ ഫസ്റ്റ് ഒരു പിക്ചറുണ്ട്, അത് കഴിഞ്ഞ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വയർ ആർ ദ സ്പാരോസ് എവിടെയാണ് ഇരിക്കുന്നത്? സ്പാരോസ് അവരുടെ നെസ്റ്റിലാണ് ആ 3 സ്പാരോസും ഇരിക്കുന്നത്. എന്തിൻ്റെ നെസ്റ്റിലാണ്? ഒരു ട്രീയിലാണ് അവർ നെസ്റ്റ് ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണ്. വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്താണ് ചെയ്യുന്നത്? ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ട്രീ. അവർ ട്രീനെ നോക്കുകയാണ്. വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്? എത്താണ് ആ സമയം? ഇത് ഏത് സമയമാണ്? മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ് ലിറ്റിൽ ബേർഡ്സ്. ദ നീം ട്രീ ഗ്രീറ്റഡ് ദ സ്പാരോസ്. വേപ്പിൻ്റെ മരം കുരുവികളോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ലിറ്റിൽ ബേർഡ്സ്. വാട്ട് എ വണ്ടർഫുൾ മോർണിംഗ്. ലുക്ക് ഔട്ട്. എന്ത് മനോഹരമായൊരു ദിവസമാണ്, ഒരു മോർണിംഗ് ആണ്. ലുക്ക് ഔട്ട്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ. എന്ത് മനോഹരമായൊരു രാവിലെയാണ്, നോക്കൂ. ദ നീം ട്രീ ഷൂക്ക് ഇറ്റ്സ് ബ്രാഞ്ചസ്. നീം ട്രീ അതിൻ്റെ ചില്ലകൾ കുലുക്കി. കീ കീ. ദ ബേർഡ്സ് പീപ്ഡ് ഔട്ട് ഓഫ് ദെയർ നെസ്റ്റ്. ദ സൺസ് ബ്രൈറ്റ് റേസ് ടച്ച്ഡ് ദ ഗ്രീൻ ലീവ്സ്. സൂര്യൻ്റെ നല്ല കിരണങ്ങൾ എന്താണ്? ഗ്രീൻ ലീവ്സിൽ, പച്ചിലകളെ തട്ടി നിന്നു. കീ കീ. ദ ബേർഡ്സ് പീപ്ഡ് ഔട്ട് ഓഫ് ദെയർ നെസ്റ്റ്. കീ കീ എന്ന് വിളിച്ചുകൊണ്ട് ആ ചെറിയ കുരുവികൾ അവരുടെ കൂടിൽ നിന്ന് പുറത്തേക്ക് നോക്കി. വാട്ട് ഈസ് ദ മദർ സ്പാരോ ഡൂയിങ്? അമ്മ കുരുവി എന്താണ് ചെയ്യുന്നത്? നോക്കൂ. ഐ ആം ഹംഗ്രി. മീ ടു. ഐ ആം ഹംഗ്രി. മീ ടു. ദ ലിറ്റിൽ സ്പാരോസ് ക്രൈഡ് ടുഗദർ. കുഞ്ഞു കുരുവികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. അപ്പം മീ ടു എന്ന് പറയുകയാണ്. എനിക്കും എന്ന കുരുവികൾ പറയുകയാണ്. ഐ ആം ഗോയിങ് ടു ഫെച്ച് സം ഫ്രൂട്ട്സ്. മദർ സ്പാരോ സെഡ്. ഇത് കേട്ടിട്ട് അമ്മ കുരുവി എന്ത് പറഞ്ഞു? ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് പോയി പറിച്ചിട്ട് വരാം. നീം ട്രീ. എന്തെന്നാണ് നീം ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പ് മരമേ. മൈ ചിൽഡ്രൻ ആർ എലോൺ. എൻ്റെ കുട്ടികൾ ഒറ്റയ്ക്കാണ്. ഐ മേ ബി ലേറ്റ്. ചിലപ്പോൾ ഞാൻ ലേറ്റ് ആകും. പ്ലീസ് ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ, ഷീ റിക്വസ്റ്റഡ്. അപ്പോൾ ഞാൻ താമസിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ നോക്കിയേക്കണേ. ഓ ഷുവർ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദം. എന്താണ്? അപ്പോൾ വേപ്പുമരം എന്ത് പറഞ്ഞു? ഉറപ്പായും നീ വൈകിയാൽ നിൻ്റെ കുട്ടികളെ ഞാൻ നോക്കും. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദം. ദ നീം ട്രീ നോഡഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. നീം ട്രീ എന്താണ്? അവൻ്റെ ചില്ലകളൊന്ന് കുലുക്കിക്കൊണ്ട് തലയാട്ടുന്നത് പോലെ കാണിച്ചു. അപ്പോൾ അമ്മക്കുരുവി ഇങ്ങനെ പറക്കുകയാണ്. വാട്ട് എ നൈസ് വാലി. എന്ത് മനോഹരമായ ഒരു താഴ്വരയാണ്. റൈപ്പ് ഫ്രൂട്ട്സ് റെഡ് ആൻഡ് യെല്ലോ. മെനി ട്രീസ് ടോൾ ആൻഡ് ഷോർട്ട്. നല്ല റൈപ്പ് ചെയ്ത, നല്ല പാകമായ വിളഞ്ഞ ഫ്രൂട്ട്സുകളുണ്ട്. റെഡും യെല്ലോയും ഫ്രൂട്ട്സുകളുണ്ട്. മെനി ട്രീസ്. ഒരുപാട് മരങ്ങളുണ്ട്. നല്ല ടോളായതും ഷോർട്ടായതും ഉണ്ട്. ബ്യൂട്ടിഫുൾ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. നല്ല മനോഹരമായ പക്ഷികളും ചിത്രശലഭങ്ങളുമുണ്ട്. ആ റെഡ് ചെറീസ്. മദർ സ്പാരോ ഫ്ലൂ ടുവേർഡ്സ് ദ ചെറി ട്രീ. പിന്നെ എന്തുണ്ട്? ദാ ചുവന്ന ചെറികൾ. അമ്മ കുരുവി ചെറികളുടെ അടുത്തേക്ക് പറന്നു. Mother sparrow sat on a branch. It was full of red ripe cherries. അമ്മ കുരുവി ഒരു ചില്ലയിലിരുന്നു. അതിൽ മുഴുവനും നല്ല വിളഞ്ഞ പാകമായ ചുവന്ന ചെറികളായിരുന്നു. യം യം, ഷീ swallowed a cherry. യം യം, how sweet it is, the parrot said. വളരെ ടേസ്റ്റിയാണത്. യം എന്ന് പറഞ്ഞ് ചെറികളെയെല്ലാം അമ്മ കുരുവി വിഴുങ്ങുകയാണ്. ലെറ്റ് മീ ടേക്ക് സം ചെറീസ് ഫോർ മൈ ചിൽഡ്രൻ. മദർ സ്പാരോ പ്ലക്ഡ് എ ബഞ്ച് ഓഫ് ചെറീസ്. അവരുടെ മക്കൾക്കായി, കുഞ്ഞു കുരുവികൾക്കായി അമ്മ കുരുവി കുറച്ച് ചെറികൾ പ്ലക്ക് ചെയ്തെടുത്തു. ഈസ് ദ മദർ സ്പാരോ ഹാപ്പി. അമ്മ കുരുവി സന്തോഷത്തിലാണോ? കാരണം എന്താണ്? വൈ ഡിഡ് ദ മദർ സ്പാരോ പ്ലക്ക് എ ബഞ്ച് ഓഫ് ചെറീസ്. എന്തിനാണ് അമ്മ കുരുവി കുറച്ച് ചെറീസ് പ്ലക്ക് ചെയ്ത് എടുത്തത്? സ്മോക്ക്. ക്ലൗഡ്സ് ഓഫ് സ്മോക്ക്. വെയർ ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം. ഒരുപാട് പുക വരുന്നതായിട്ട് അമ്മ കുരുവി കണ്ടു. അത് എവിടെ നിന്നാണ് വരുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മദർ സ്പാരോ ലുക്ക്ഡ് അറൗണ്ട്. മദർ സ്പാരോ ചുറ്റും നോക്കി. പാരറ്റ്സ് ആർ ഫ്ലൈയിങ് അവേ ഇൻ ഫിയർ. പെട്ടെന്ന് എന്ത് കണ്ടു? തത്തകളെല്ലാം വേഗം പേടിച്ചു പറന്നു പോകുന്നത് കണ്ടു. അനിമൽസ് ആർ റണ്ണിങ് ഹിയർ ആൻഡ് ദെയർ. ഓരോ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് കണ്ടു. ഈഗിൾസ് ആർ സ്ക്രീമിങ് ആൻഡ് മൂവിങ് അറൗണ്ട് ഇൻ ദ സ്കൈ. ഈഗിൾസ്, പരുന്തുകൾ എന്താണ്? നിലവിളിച്ചുകൊണ്ട് ആകാശത്ത് പറക്കുന്നത് കണ്ടു. ഫയർ. മദർ സ്പാരോ ഹേർഡ് ദ ക്രൈ ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. പക്ഷികളും മൃഗങ്ങളും
തീ തീ എന്ന് പറയുന്നതായിട്ട് അമ്മ കുരുവി കേട്ടു. Fire, fire everywhere. It will swallow everything. Oh my little children. അപ്പോൾ എന്താണ്? തീ തീ എല്ലായിടത്തും തീയാണ്. ഇറ്റ് വിൽ swallow everything. ഈ തീ എല്ലാത്തിനെയും വിഴുങ്ങും. Oh my little children. ഓ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ. They can't fly. How can I save my children? അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറുതാണ്, അവർക്ക് പറക്കാൻ കഴിയില്ല, എങ്ങനെ എനിക്ക് അവരെയെല്ലാം രക്ഷിക്കാം? മദർ സ്പാരോ ക്രൈഡ് എലൗഡ്. ഷി റഷ് ടുവേർഡ്സ് ദ നീം ട്രീ. മദർ സ്പാരോ അമ്മക്കുരുവി കരഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞു. എന്നിട്ട് ഓടി നീം ട്രീയുടെ അടുത്തേക്ക് പോയി. നീം ട്രീ വേപ്പ് മരത്തിൻ്റെ അടുത്തേക്ക് അമ്മക്കുരുവി കരഞ്ഞുകൊണ്ട് പറന്നു. ദ ഫയർ ഗ്രാബ്ഡ് ദ നീം ട്രീ വിത്ത് ഇറ്റ്സ് റെഡ് ഹോട്ട് ഹാൻഡ്സ്. അപ്പോൾ തീ പെട്ടെന്ന് തന്നെ ഈ നീം ട്രീയിലേക്ക് പടർന്നു. നീം ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പ് മരത്തിലേക്ക് ഫയർ ഗ്രാബ് ചെയ്തു എന്ന് പറഞ്ഞാൽ തീ പെട്ടെന്ന് ഈ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന തീ വേഗം നീം ട്രീയിലേക്കും പടർന്നു. ഇറ്റ്സ് സോ ഹോട്ട്, ഐ എം ബേണിംഗ്, ഐ കാൺ ബിയർ ഇറ്റ്. ദ ഫയർ ബിഗാൻ ടു ഈറ്റ് അപ്പ് ദ ട്രീ. അപ്പോൾ എന്താണ്? നീം ട്രീ പറയുകയാണ്, ഓ എന്ത് ചൂടാണ്, ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ കത്തുക. ഐ കാൺ ബിയർ ഇറ്റ്, എനിക്കിതൊന്നും സഹിക്കാനേ കഴിയില്ല. ഫയർ ബിഗാൻ ടു ഈറ്റ് അപ്പ് ദ ട്രീ. തീ എന്താണ്? മരത്തിനെ മുഴുവനായി തിന്നാൻ തുടങ്ങി. ദ ഫ്ലെയിംസ് ക്ലൈംഡ് അപ്പ് ആൻഡ് അപ്പ്. വേഗം എന്താണ്? തീ മുകളിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു. കീ 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 ദ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ് ക്രൈഡ് അലൗഡ്. അപ്പോൾ എന്താണ്? കുഞ്ഞു കുരുവികൾ അവരുടെ കൂടിലിരുന്ന് കരയുകയാണ്. കീ 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 ദ പുവർ ലിറ്റിൽ ബേർഡ്സ്, ഹൗ ക്യാൻ ഐ സേവ് ദം? ദ ട്രീ തോട്ട്. അപ്പോൾ മരം എന്ത് ചിന്തിക്കുകയാണ്? അയ്യോ പാവം ചെറിയ കുരുവികൾ, എനിക്ക് എങ്ങനെ അവരെ രക്ഷിക്കാൻ പറ്റും? Oh fire, take me, leave the little ones. The neem tree begged to the fire. അപ്പോൾ നീം ട്രീ വേപ്പ് മരം തീയോടായി യാചിക്കുകയാണ്. ബെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാചിച്ചു. ഓ ഫയർ, ഓ തീയെ, നീ എന്നെ എടുത്തോളൂ, പക്ഷേ ഈ ചെറിയ കുട്ടികളെ ലീവ് ചെയ്യൂ, അവരെ തീ ഒന്നും അപകടം വരുത്താതെ നോക്കൂ എന്ന് തീയോട് തന്നെ പറയുകയാണ്. അവരെ നീ വിട്ടേക്കൂ എന്ന് പറയുകയാണ്. സോറി, ഐ കാൺ സ്റ്റോപ്പ് ബേണിംഗ്. അപ്പോൾ തീ എന്ത് പറഞ്ഞു? പറ്റില്ല, എനിക്ക് നിർത്താൻ കഴിയില്ല. The fire grew stronger and stronger. തീ വീണ്ടും ശക്തിയോടെ കത്താൻ തുടങ്ങി. ഓ ദ വിൻഡ് ഈസ് ബ്ലോയിങ് ദിസ് വേ. ഓ എന്താണ്? കാറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ്. വിൽ ഇറ്റ് ഹെൽപ്പ് മീ? ദ നീം ട്രീ ലുക്ക്ഡ് അറ്റ് ദ വിൻഡ് ഹോപ്പ്ഫുള്ളി. അപ്പോൾ പെട്ടെന്ന് കാറ്റ് അങ്ങോട്ടേക്ക് വരുന്നത് നീം ട്രീ കണ്ടു. മൈറ്റി വിൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ, സേവ് ദ ലിറ്റിൽ ബേർഡ്സ് ഫ്രം ദ ഫയർ. ദ നീം ട്രീ ബെഗ് ടു ദ വിൻഡ്. അപ്പോൾ നീം ട്രീ വേപ്പ് മരം കാറ്റിനോടായി യാചിച്ചു. മൈറ്റി വിൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കുമോ? സേവ് ദ ലിറ്റിൽ ബേർഡ്സ് ഫ്രം ദ ഫയർ, ഈ ചെറിയ കുരുവികളെ തീയിൽ നിന്ന് സംരക്ഷിക്കോ? ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ. വിൻഡ് അപ്പോൾ കാറ്റെന്ത് ചെയ്തു? വേഗം വേഗം വീശാൻ തുടങ്ങി. ദ ഫ്ലെയിംസ് ഗ്രൂ ടോളർ ആൻഡ് ടോളർ. അപ്പോൾ എന്ത് പറ്റി? തീ ജ്വാലങ്ങൾ ടോളർ ആൻഡ് ടോളറായി. ടോളർ ആൻഡ് ടോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഒരുപാട് പൊക്കമുള്ള തീയായിട്ട് മാറി, ഒരുപാട് ഹൈറ്റുള്ള തീയായിട്ട് മാറി. Sorry dear, I can't help you, but I think my friends can. I will bring them soon, said the wind and blew away. അപ്പോൾ കാറ്റ് എന്ത് പറഞ്ഞു? സോറി ഡിയർ, എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ വേണമെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ പോയി എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു വരാമെന്ന് പറഞ്ഞ് Oh, the wind is coming back with dark clouds. The neem tree looked up. അപ്പോൾ നീം ട്രീ വേപ്പ് മരം നോക്കിയപ്പോഴോ the wind is coming back. കാറ്റ് തിരികെ വരികയാണ്. ആരോടൊപ്പം? കറുത്തിരുണ്ട മേഘങ്ങളോടൊപ്പം. The dark clouds were moving on after the other. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നെന്ന രീതിയിൽ കറുത്ത മേഘങ്ങൾ വരികയാണ്. They moved faster towards the neem tree. അവരെല്ലാവരും നീം ട്രീയുടെ അടുത്തേക്ക് വേഗം ഓടി. Will the clouds stop the fire? Will they save the little birds? The neem tree looked hopefully at the clouds. അപ്പോൾ നീം ട്രീ വേപ്പ് മരം വളരെ പ്രതീക്ഷയോടെ ക്ലൗഡ്സിനെ നോക്കി. ഹോപ്പ്ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷയോടെ മേഘങ്ങളെ നോക്കി. Will the clouds stop the fire? ഈ മേഘങ്ങൾക്ക് അപ്പോൾ തീയെ എന്താണ് കെടുത്താൻ സാധിക്കുമോ? Will they save the little birds? അങ്ങനെ അവർക്ക് ചെറിയ കുരുവികളെ സംരക്ഷിക്കാൻ പറ്റുമോ എന്നെല്ലാം നീം ട്രീ വളരെ പ്രതീക്ഷയോടെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ക്ലൗഡ്സിനെ നോക്കുകയാണ്. എ കൂൾ ബ്രീസ് ടച്ച് ദ നീം ട്രീ. പെട്ടെന്ന് എന്ത് പറ്റൂ? ഒരു തണുത്ത കാറ്റ് വന്ന് നീം ട്രീയുടെ അടുത്തേക്ക് ഓടി വന്നു. റെയിൻ സ്റ്റാർട്ടഡ് പോറിംഗ് ഡൗൺ ഫ്രം ദ ഡാർക്ക് ക്ലൗഡ്സ്. അപ്പോൾ ഈ മേഘങ്ങളിൽ നിന്ന് മഴ താഴേക്ക് പെയ്യാനായി തുടങ്ങി. റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ ലീവ്സ് ഓഫ് നീം ട്രീ. മഴത്തുള്ളികൾ നീം ട്രീയുടെ ലീവ്സിലേക്ക് വീണു.
വാട്ടർ വാസ് ഫ്ലോയിങ് ഡൗൺ ദ ബ്രാഞ്ചസ്. ചില്ലകളിലൂടെ മഴ താഴേക്ക് വീഴാനായി തുടങ്ങി. ദ ഫ്ലെയിംസ് ബിക്കം ഷോർട്ടർ ആൻഡ് ഷോർട്ടർ. തീജ്വാലങ്ങൾ എന്തായി? ഷോർട്ടർ ആൻഡ് ഷോർട്ടർ ആവാൻ തുടങ്ങി, ചെറുതാകാൻ തുടങ്ങി. ദ റെയിൻ പുട്ട് ഔട്ട് ദ ഫയർ. മഴ കാരണം തീയെല്ലാം കെടുത്തി. My dear rain, you healed my burns. The tree swayed its branches. Ah, the dark clouds saved us. എൻ്റെ പ്രിയപ്പെട്ട മഴയെ, നീ എൻ്റെ മുറിവുകൾ ഉണക്കി. ദ ട്രീ സ്വേഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ട്രീ എന്ത് ചെയ്തു? അവൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഒന്ന് ആടിയുലച്ചു. അത് ഡാർക്ക് ക്ലൗഡ് സേവ്ഡ് അസ്. അപ്പോൾ എന്താണ്? മഴമേഘങ്ങൾ, ആ ഇരുണ്ട മേഘങ്ങൾ നമ്മളെ സേവ് ചെയ്തു എന്ന് ട്രീ പറഞ്ഞു. ചിൽഡ്രൻ, മൈ ചിൽഡ്രൻ, വെയർ ആർ യു? അപ്പോൾ അമ്മക്കുരുവി ഓടി വരികയാണ്. എവിടെ എൻ്റെ കുട്ടികൾ എന്ന് അന്വേഷിച്ച്. മദർ സ്പാരോ ഫ്ലൂ ടുവേർഡ്സ് ദ നീം ട്രീ. അപ്പോൾ മദർ സ്പാരോ, അമ്മക്കുരുവി പറന്ന് ഓടി ഈ മരത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. കീ കീ കീ. ദ മദർ സ്പാരോ ഹേർഡ് ദ ക്രൈ ഓഫ് ദ ലിറ്റിൽ സ്പാരോസ്. അപ്പോൾ മദർ സ്പാരോ, അമ്മക്കുരുവി, ചെറിയ കുരുവികളുടെ ശബ്ദം കേട്ടു. ദ മദർ സ്പാരോ ഹേർഡ് ദ ക്രൈ ഓഫ് ലിറ്റിൽ സ്പാരോസ്. ഷീ വെന്റ് ടു ദ നെസ്റ്റ് ആൻഡ് ഹഗ്ഡ് ഹർ ലിറ്റിൽ വൺസ്. അമ്മക്കുരുവി എന്ത് ചെയ്തു? ഈ കുട്ടികളുടെ കരച്ചിലെല്ലാം കേട്ട് നെസ്റ്റിന് അടുത്തേക്ക് പോയി, കൂടിൻ്റെ അടുത്തേക്ക് പോയി അവരെ കെട്ടിപ്പിടിച്ചു. യു സേവ്ഡ് മൈ ചിൽഡ്രൻ. താങ്ക് യു ഡിയർ നീം ട്രീ, ദ മദർ ബേർഡ് സെഡ്. അപ്പോൾ അമ്മക്കുരുവി എന്ത് പറഞ്ഞു? നീ എൻ്റെ മക്കളുടെ ജീവൻ രക്ഷിച്ചു, നിനക്ക് നന്ദിയുണ്ട് എന്ന് നീം ട്രീയോട് പറഞ്ഞു. നോ മൈ ഡിയർ, ദ ക്ലൗഡ് സേവ്ഡ് യുവർ ചിൽഡ്രൻ. ദ മദർ സ്പാരോ ലുക്ക്ഡ് അറ്റ് ദ സ്മൈലിംഗ് ക്ലൗഡ്സ്. അപ്പോൾ ട്രീ എന്ത് പറഞ്ഞു? ഞാനല്ല സേവ് ചെയ്തത്. ആരാണ് സേവ് ചെയ്തത്? ക്ലൗഡ്സ്, മേഘങ്ങളാണ് നിന്റെ മക്കളെ സേവ് ചെയ്തത്. നോട്ട് മീ, ദ വിൻഡ് ബ്രോട്ട് മീ ഹിയർ. അപ്പോൾ ക്ലൗഡ്സ് ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? മേഘങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനല്ല, എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് കാറ്റാണ്. മേഘങ്ങൾ ചിരിച്ചുകൊണ്ട് ഇത് പറഞ്ഞ ശേഷം എങ്ങോട്ടേക്കോ മൂവ് ചെയ്ത് പോയി, എങ്ങോട്ടേക്കോ പോയി. ദ ക്ലൗഡ് സ്മൈൽഡ് ആൻഡ് മൂവ്ഡ് അവേ. ക്ലൗഡ്സ്, മേഘങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എങ്ങോട്ടേക്കോ പോയി. ഇനിയൊരു പോയം കൂടിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ട്രീസ്, മരങ്ങൾ. നീം, പീപ്പൽ, ബെനിയൻ, കോക്കനട്ട്, മാംഗോ, ബനാന, ടാമറിൻ, ഗുൽമോഹർ, യൂക്കലിപ്റ്റസ്, അശോക. നീം, പീപ്പിൾ. ഇപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ കുറച്ച് മരങ്ങളുടെ പേരാണ് തന്നിരിക്കുന്നത്. ആൽമരം, വേപ്പ് മരം, ബനിയൻ ട്രീ, കോക്കനട്ട് ട്രീ, തെങ്ങ്, മാവ്, വാഴ, പുളി, ഇങ്ങനെ കുറച്ച് മരങ്ങളുടെ പേരുകളാണ്. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് നോക്കൂ. ട്രീസ് ഷോർട്ട്, ട്രീസ് ടോൾ. അപ്പോൾ പൊക്കം കുറഞ്ഞ ചെറിയ മരങ്ങൾ, ഉയർന്ന നല്ല പൊക്കമുള്ള മരങ്ങൾ, വലിയ മരങ്ങൾ, ചെറിയ മരങ്ങൾ. ട്രീസ് ആർ ഹോംസ് ഫോർ ബേർഡ്സ് ആൻഡ് ബീഡ്സ്. അപ്പോൾ ബേർഡ്സിനും പക്ഷികൾക്കും തേനീച്ചകളുടെയും വീടാണ് മരങ്ങൾ. ട്രീസ് ഡാൻസ് അവേ ഇൻ ബ്രീസ്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ മരങ്ങളെല്ലാം ഡാൻസ് ചെയ്യും. ട്രീസ് ലഷ്, ട്രീസ് ബെയർ. ട്രീസ് ലഷ്, ട്രീസ് ബെയർ. ട്രീസ്, മരങ്ങൾ സമൃദ്ധവും നഗ്നവുമാണ്. ട്രീസ് കൂൾ ആൻഡ് ക്ലീൻ ദ എയർ. Plants, trees everywhere, for trees are precious, friends rare. Trees cool and clean the air. മരങ്ങൾ എയറിനെ, വായുവിനെ കൂൾ ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നു, തണുപ്പിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു. പ്ലാന്റ്സ്, ട്രീസ് എവ്രിവെയർ, ഫോർ ട്രീസ് ആർ പ്രഷ്യസ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരങ്ങൾ എല്ലായിടത്തും നടണം. കാരണം മരങ്ങൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.